എന്താ ഒന്നും ഉണ്ടാത്ത? പുറത്താരാ ബെല്ലടിക്കണേ? എവിടെ ആളെ കണ്ടേ? എവിടെ? പുറത്തുണ്ട്. നീ ഒന്ന് നോക്ക്. ആ സാരിയാണ് നീ പറഞ്ഞേ? അത് ഞാൻ അടിയിൽ ഉണക്കാനിട്ടേക്കണ എന്റെ സാരിയാ. ആ സാരി ബെല്ലടിക്കോ? അല്ലാതെ അപ്പൊ പിന്നെ ബെല്ലടിച്ചതാരാ? അവിടെ ആരെയും ഞാൻ കണ്ടില്ല. വേറെ ആരും ഇല്ലേ? ഇല്ല. ഇങ്ങോട്ട് മാറി. അവിടെ പുറത്താരാ? പുറത്താരും കാണാനില്ല. കണ്ടതാ. എന്തത്? രാത്രിയൊക്കെ ഇങ്ങനെ വന്ന് ബെല്ലടിച്ചിട്ട് അവിടെ ഒളിച്ചിരിക്കും. എന്തിന്? നമ്മുടെ തലക്കടിച്ച് കൊന്നിട്ട് ഇവിടുത്തെ സാധനമൊക്കെ എടുത്തോണ്ട് പോകും. കുത്തിട്ട് സ്ട്രോലി വലിക്കുന്നു. നീ എന്താ പറയണേ? ഞാൻ കള്ളന്റെ കാര്യം പറയണേ. അപ്പൊ നീ എന്താ ചെയ്യാ? തുറക്കണ്ട. തുറക്കണ്ട. ഇരുമ്പിന്റെ കഷ്ണം ഉണ്ടാക്കില്ല തൊടൂല. കൈപ്പിടിക്ക വരാണ്ടിക്കോ. എന്നാലേ പോയിട്ട് കിടന്നു പറക്കാം. അതല്ലേ നീ പോയി കിടന്നുറങ്ങിയേ. ഞാൻ നിങ്ങളുടെ അടുത്ത് കിടക്കും. ഞങ്ങളുടെ അടുത്ത് കിടക്കും. ഞാൻ പോവില്ല. മതി. നടക്ക്. നേരത്തെ പേടിച്ചിട്ട് കുറച്ച് മൂത്രം വെച്ച് പോയി. ബാക്കിയുണ്ട്. പോയി കിടന്നു. ഞാൻ വന്നിട്ട് കിടന്നാ മതി. കള്ളന്മാരാവില്ല. കള്ളന്മാരാണെങ്കിൽ എന്തിനാ ബെല്ലടിക്കണേ? നമുക്ക് ആരെങ്കിലും ഫോൺ ചെയ്യണോ? എന്തിന്? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആരോടെങ്കിലും. ടീഷർട്ട് ക്ലീൻ ചെയ്ത ഒരാള് എവിടെ? കണ്ണാടിയിൽ ഞാൻ തന്നെ പേടിച്ചോയി. എന്നെ കെട്ടി കിടന്നോ? എന്നാലും അത് ആരാവും? ഒരു സമാധാനമില്ല. ഇങ്ങനെ ഒരു മണ്ണുണ്ണിയായി പോയല്ലോ. ഇതൊരു ധൈര്യമുള്ള മകനാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ധൈര്യമില്ലാത്ത കുറെ സാധനങ്ങള്. അതെ, ഞാൻ അവിടെ കിടക്കാം. പേടിക്കണ്ട. ഇങ്ങോട്ട് നീങ്ങി കിടന്നോള്. രണ്ടാളും എന്നെ പിടിച്ചിട്ട് കിടന്നോ. ഇങ്ങോട്ട് കിടന്നോള്. ഞാനിവിടെ ഇരുന്ന് നോക്കിക്കോളാം. എന്നാ നീ ശ്രദ്ധിക്കിട്ടല്ല. ഇതങ്ങോട്ട് വെച്ചാ. സൂതേട്ടന്റെ വീട് കച്ചവടമായത് അറിഞ്ഞാ? അറിഞ്ഞു. ഞാനൊരു 6-7 പാർട്ടിനെ കൊണ്ടുവന്ന് കാണിച്ചാണ്. അന്നൊന്നും അയാൾ വില കൊണ്ടെടുത്തില്ല. ഇപ്പൊ സത്യേട്ടൻ ചോദിച്ചപ്പോ അങ്ങോട്ട് കൊടുത്ത അയാൾ അഡ്വാൻസും മേടിച്ചു. അയാൾക്ക് ഒക്കുന്ന വില അയാൾ പറഞ്ഞിട്ടുണ്ടോ? സത്യൻ ഒക്കുന്ന വില എന്ന് വെച്ചാൽ ലോകത്തില്ലാത്ത വിലയും പറഞ്ഞിട്ട് അയാൾ ഇരിക്കായിരുന്നു. ഇപ്പൊ സത്യേട്ടൻ പറഞ്ഞപ്പോ ന്യായമായ വിലക്ക് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടില്ല. അതിലും കുറച്ച് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു ഇത് വേണ്ടേ, അതിന് ധാരണ വേണ്ടേ? അതിലും കുറച്ചൊന്നുമല്ല, നല്ല വിലയാ പറഞ്ഞത്. നല്ല വില.
ആ മൊയ്തൂക്ക അത് കേട്ടോ അല്ല ഒരു പുതിയ വിശേഷം നിങ്ങള് നമ്മളെ സുഗതന്റെ വീട്ടില് പ്രേതബാധ ജിന്ന്. എല്ലാം പറയല്ലേ മൊയ്തൂക്ക. നിങ്ങൾ ആ വീട് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഭേദവാദ പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ പറയുന്നല്ല, എന്താണ് ഈ കബൂർ കാക്ക കാണിക്കുന്നത്? അതെ സംഭവം വെറുതെ പറയണല്ല. ഇന്ന് രാവിലെ എന്റെ പേരിൽ പത്രം വന്ന ചെക്കൻ പറയാ, ഇന്നലെ പൊലച്ചൊക്കെ ഒരു 1:30 മണി സമയത്തെ ഇവര് വീട്ടിന്റെ കോണിംഗ് ബെല്ല് അടിച്ചു പോലെ. കോളിംഗ് ബെല്ല ഇങ്ങനെ പെരേരെ പുറത്തടിക്കൂലേ കോളിംഗ് ബെല്ല്. ആ ബെല്ലടിച്ച് ബെല്ലടിച്ചപ്പോ ഇവര് വന്ന് നോക്കിയപ്പോ പുറത്ത് ആരെയും കാണുന്നു. പേടിക്കണ്ട, ഒന്ന് തിരിച്ചു വെച്ചോട്ടെ, കുറച്ച് തിരക്കുണ്ടാവാ. സർക്കസാരനാ തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് പാലോട് മടത്തറ കൊളുത്തൂപ്പുഴ വിതുര തെന്മല ആര്യങ്കാവ് വരെ പോകണ്ട. ഹലോ സുഗതൻ ചേട്ടൻ. എന്റെ പേര് എനിക്കെല്ലാം അറിയാം. ഉണ്ണിരാജ് അറിയാം. ഇനി ഒരു അമ്മ കൂടെ ഇല്ലേ ഇവിടെ? മണ്ടോദരി ഉണ്ട്. അമ്മയുണ്ട് എവിടെ? മണ്ടോദരി എല്ലാരും വിളിക്കും. അല്ല, എനിക്ക് ആളെ മനസ്സിലായില്ല. എല്ലാം പറഞ്ഞുതരാം. പച്ചസത്യം ഓൺലൈൻ ന്യൂസ് മീഡിയ എന്ന് പറയുകയാണ് ഞാൻ. അല്ല, അതിനിപ്പോ ഇവിടെ വന്ന എന്താ ഇവിടെ ചെറിയ വിശേഷം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നലെ ഇവിടെ ഒരു ചെറിയ വിശേഷം ഉണ്ടായല്ലോ, അത് ഞാൻ അറിഞ്ഞു. അതൊക്കെ അറിഞ്ഞു. അതെങ്ങനെ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞ്? ഏയ് സുഗതൻ ചേട്ടാ, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയും പോലെയാണ് പച്ചസത്യം ഓൺലൈൻ ന്യൂസ്. ഈ മുക്കിലും മൂലയിലും ഉണ്ടാവും. ഈ നാടിനെ കുറിച്ചറിയാം, ഈ റോഡിനെ കുറിച്ചറിയാം, ഈ വീടിനെ കുറിച്ചറിയാം, ഈ വീടിലെ മുറികളെ കുറിച്ചറിയാം, ഈ വീടിലെ ഓരോ മുറികളിലും എന്ത് നടക്കുന്നു എന്ന് പോലും പച്ചസത്യം ഓൺലൈൻ ന്യൂസ് അറിയാം. അമ്മ കയ്യിലെ കണ്ടെടുത്ത് അച്ഛനെ തലക്കടിച്ചിട്ട് ബോധം പോയത് അറിഞ്ഞിണ്ടാവൂലേ? അതറിഞ്ഞില്ലല്ലോ. ഇല്ലേ? വെറുതെ അവള് തമാശക്ക് ചെയ്ത തമാശ. എന്റർടൈൻമെന്റ് ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഓൺലി ന്യൂസ്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ബോധം പോയത് എങ്ങനെ തമാശ? അതിലെന്താ തമാശ? ഇരിക്കും. എന്നാ പിന്നെ ഇങ്ങോട്ട് ഇരിക്കാം. എന്നാ പിന്നെ ഇവിടെ ഇരിക്കാം. എവിടെയെങ്കിലും ഇരിക്കൂ. വേണ്ടി ഇരിക്കൂ. നമസ്കാരം. പച്ചസത്യം ഓൺലൈൻ ന്യൂസ് മീഡിയ ആണ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം, പച്ചസത്യത്തിനോട് കള്ളം പറയരുത്, സത്യം മാത്രമേ പറയാവൂ. Ready, 1, 2, 3, start. ഇന്നലെ രാത്രി ഒരു 1:30 മണിക്ക് അല്ലേ? ഒരു നിമിഷം. 1 മണിയാണോ 1:30 മണിയാണോ? സത്യം പറയണം. 1:30 മണി. 1:30 മണി. 1:30 അതാ കൺഫ്യൂഷൻ. ഇത് കള്ളം 1:30 മണി. ഞാൻ വാച്ചിൽ നോക്കിയതല്ലോ. 1:30 മണി. ഉണ്ണി എന്ത് ചെയ്യുന്നു? ഞാനേ മോഡലിങ്ങിന് ഫോട്ടോ എടുത്തിട്ടേ മോഡലാവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതെ അല്ല, കൊള്ളാം. നല്ല ലുക്ക് ഉണ്ട്. ഈ മറ്റേ തുണിക്കടയിലൊക്കെ പ്രതിമ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കില്ല, അതുപോലെ നിൽക്കാൻ കൊള്ളാം. നല്ല ഇതായിരിക്കും. ശരി, നമുക്ക് ബാക്കി വിഷയത്തിലോട്ട് വരാം. അപ്പൊ 1:30 മണി ഫിക്സ്. ഒരു 1:30 മണിക്ക് ആരോ ഓളിംബെല്ലിൽ അടിക്കുന്നു. മതി. അപ്പൊ കോളിംഗ് ബെല്ല് വെള്ളസാരി അല്ലേ? ഓക്കെ. ചായ വരെ വേണ്ട ഗ്രീൻ ട്രൂത്തിന്. ഈ വക ആൾക്കാർക്കൊക്കെ ചെറിയ വട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും.